أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن لله ما في السماوات والأرض ألا إن وعد الله الحق وعد الله حق ولكن أكثرهم لا يعلمون هو يحيي ويميت وإليه ترجعون يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون بسم الله الحمد لله الصلاة والسلام على أشرف الخلق الله سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما السلام عليكم ورحمة الله وبركاته. നോമ്പിൻ്റെ കുറിച്ചാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അല്ലേ ക്ലാസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഈ ആയത്ത് ഓതി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഇല്ലാതെ നമ്മൾക്കൊന്നുമില്ല. നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോവാം. ആദ്യം നമ്മൾ ഈ ഒരു ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം നോക്കിയിട്ട് നമ്മൾക്ക് നോമ്പിൻ്റെ ആയത്ത്, റമദാൻ എന്താണ്, അങ്ങനെ നമുക്ക് ഖുർആനിലേക്ക് ഒരു യാത്ര പോവാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇത് എനിക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം എൻ്റെ കൂട്ടുകാർക്കും അത് നമ്മൾക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. സൂറത്തു യൂനസിലെ 55 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഓതി വെച്ചത്. ആദ്യം തന്നെ അള്ളാഹു പറയുന്നത്, ആ ഒരു ആയത്തിൽ കേട്ടോ അള്ളാഹു പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് തന്നെ. അള്ളാഹു ആരാണ്, അതിനുശേഷം അവനിലേക്കുള്ള മടക്കത്തിനെ കുറിച്ച് പറയുന്നു. അവൻ അല്ലേ, അള്ളാഹു തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാകുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. പക്ഷെ അധികം ആൾക്കാരും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, കാര്യം മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം പറയുന്നു, ഹുവ യുഹ്യി വയുമീതു വഇലൈഹി തുർജഊൻ. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവങ്കിലേക്ക് തന്നെയാണ് നമ്മളെല്ലാം മടങ്ങാനുള്ളത്. നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത്. പിന്നീട് അള്ളാഹു ഖുർആനിനെ കുറിച്ച് പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും. സുബ്ഹാനല്ലാഹ്. ഷിഫ ആണ്, ഹുദ ആണ്, റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്. വിശ്വാസികൾക്ക് ഖുർആൻ അത് എന്ന് പറയുന്നത്, ആ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അവർ എന്ത് തന്നെ സമ്പാദിച്ചാലും അല്ലേ, അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടത് അതാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ആ ഖുർആനിലൂടെ നമ്മൾ നേടുന്ന അറിവ്, അതിലൂടെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സുബ്ഹാനല്ലാഹ്, അതിലൂടെയാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള എല്ലാ നന്മയും നേടിയെടുക്കാൻ സാധിക്കുക. സനസീദുല്ലാഹിൽ മുഹ്സിനീൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആദ്യം നമുക്ക് ഇനി നോമ്പിൻ്റെ ആയത്തിലേക്ക് തന്നെ മടങ്ങാം. നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. നോമ്പാവുമ്പോഴേക്കിന് പിന്നെ നമ്മൾ ഏതൊരു ക്ലാസ് ആണെങ്കിലും അതിനകത്ത് ഈ ഒരു ആയത്തില്ലാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പണ്ടൊന്നും നമുക്ക് നോമ്പെന്ന് പറയുമ്പം അല്ലേ, ഇപ്പം ഒരു ക്ലാസ്സിൽ നമ്മളോട് ചോദിക്കും നോമ്പെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എന്താണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ മനസ്സിൽ അല്ലേ പണ്ടൊക്കെ വരുന്നത് വേറെ ഒരു കാര്യം. ഇപ്പോൾ കുട്ടികൾ പറയും അല്ലേ,
പല കാര്യങ്ങളും പറയും. എന്നാലും അവർ പറയും നമ്മൾ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ പറയും. ഇപ്പം നമുക്ക് പക്ഷേ നല്ല പെട്ടെന്ന് ആൻസർ ഉണ്ട്. കാരണം ഈ ആയത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം നമ്മൾ ഖുർആൻ പഠിച്ചവരാണ്. അതറിയാത്തവരായി ആരും ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നോമ്പ് തന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ആൻസർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരായി തീരാൻ വേണ്ടിയില്ല, അല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു തഖ്വയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നോമ്പ് തന്നിരിക്കുന്നത്. അതാണ് ആ ഒരു നോമ്പിനെ കുറിച്ചിട്ടുള്ള ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. റമദാൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതവിടെ വെച്ച് കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ. സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിലേക്ക് അത് നട്ട് കഴിഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ ആ തഖ്വയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉള്ള എല്ലാ പരിശ്രമങ്ങളും അത് റമദാനിന് മുമ്പേ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നീട് തുടർന്ന് 185-ാമത്തെ ആയത്തിൽ അല്ലാഹു റമദാനിനെ കുറിച്ച് പറഞ്ഞു. റമദാനിലാണല്ലോ നോമ്പ് അല്ലാഹു നമുക്ക് അല്ലേ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണ് ഈ തന്നതൊക്കെ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു മാസത്തിൽ നോമ്പെടുക്കേണ്ടതെന്ന് അള്ളാഹു പറയുന്നു. സുബ്ഹാനല്ലാഹ്, റമദാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മാസമാകുന്നു. ഖുർആൻ എന്താണ്? മനുഷ്യർക്ക് സന്മാർഗദർശനവും മാർഗദർശനവും അല്ലെ, സന്മാർഗദർശകമായും മാർഗദർശനവും സത്യാസത്യ വിവേചനവും ഫുർഖാൻ അതും തെളിവുകളായും കൊണ്ടാണ് അള്ളാഹു നമുക്ക്. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മാസത്തിൽ ആര് ഹാജറുണ്ടോ നോറ്റുകൊള്ളട്ടെ. അപ്പം റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാനിൽ തന്നെ നോമ്പ് തന്നിട്ടുള്ളത്. നോമ്പിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ്? തഖ്വയാണ്. അപ്പോൾ ആ തഖ്വയെ എങ്ങനെ നമ്മൾ നേടിയെടുക്കാം, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ തഖ്വയാണ് നമ്മൾ അല്ലേ നമ്മുടെ വിഷയം ഇൻഷാ അല്ലാഹ്. തഖ്വയെക്കുറിച്ച് നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. എന്താണ് തഖ്വ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയും അല്ലേ. എല്ലായ്പ്പോഴും അള്ളാഹു നമ്മളെ നോക്കി കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കുക. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതാണ് അല്ലേ. എപ്പോഴും അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത് സന്മാർഗമാണ്. സന്മാർഗത്തിലൂടെയാണ് നമ്മൾക്ക് തഖ്വ നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഓരോ നേരവും അല്ലേ, 5 നേരത്തെ നമ്മൾ നമസ്കാരത്തിൽ മാത്രം 17 പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, അതായത് തഖ്വ അല്ലേ, തഖ്വയുള്ളവർക്ക്. അപ്പോൾ തഖ്വയുള്ളവരാകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എവിടെയുണ്ട്? നമ്മളുടെ മാർഗദർശനം ഖുർആനിലുണ്ട്, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ആ ഖുർആനിലേക്ക് തന്നെയാണ് നമ്മളെ കണക്ട് ചെയ്യേണ്ടത്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ തന്നെയാണ് നമ്മളുടെ വഴികാട്ടി. ആ ഖുർആനിനെ ഏറ്റവും നല്ല രീതിയിൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ, ഹൃദയം കൊണ്ട് അതിനെ നമ്മൾ ഏറ്റെടുക്കാൻ, അത് നമ്മുടെ മനസ്സും ജീവിതവും ഏറ്റവും ശുദ്ധിയുള്ളതാക്കി മാറ്റാൻ ആ ഒരു ഖുർആൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മളൊക്കെ പണ്ട് മുത്തഖീങ്ങൾ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് ആരോ ആണ് മുത്തഖി എന്ന് വിചാരിക്കുമായിരുന്നു അല്ലേ. ഏതോ വലിയ തലക്കെട്ട് കെട്ടിയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ നോക്കുമ്പം അല്ലേ തഖ്വ ആർജിച്ചെടുത്തുകൊണ്ട് മുത്തഖികളാകാൻ അല്ലേ മത്സരിക്കുന്നവരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തഖ്വ എന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധത്തോടു കൂടിയിട്ട് അല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതും നന്മകളെ നമ്മൾ കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്നതിനാണ്. അപ്പോൾ ആ ഒരു തഖ്വയെ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് നമുക്ക് അള്ളാഹു റമദാനിലെ തന്നിട്ടുള്ളതെങ്കിൽ. അപ്പം നമുക്ക് ആ തഖ്വയെ നമുക്ക് കൂടുതലാക്കി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ല അറിവും അതോടൊപ്പം തന്നെ ആ അറിവിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുമാണ്. അപ്പോൾ ആ കർമ്മങ്ങളെ നമ്മൾ ഏറ്റവും ഇഹ്സാനോട് കൂടിയുള്ളതാക്കി മാറ്റാൻ നമ്മൾ ഖുർആനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആരായാലും എത്ര തിരക്കുള്ളവരായാലും ഖുർആനുമായിട്ടിരിക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്, ഖുർആനുമായിട്ട് ഈ റമദാനിൽ ഇരിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല.
അത് തഖ്വയുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ. ഖുർആൻ ഒരു ഖതം തീർക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതൊക്കെ മെയിനായിട്ട് എല്ലാവരും ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ഇത്തവണ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക്, അതായത് ഖുർആനിൻ്റെ അർത്ഥം കൂടി അപ്പം നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ ഇപ്പോൾ ഈ മിഷ്കാത്തിൽ ഈ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൊണ്ടോ ഒക്കെ പഠിച്ചെടുത്ത ആയത്തുകൾ തന്നെ നമ്മളെ കണ്ണിൽ തടയുമ്പോൾ നമുക്ക് മുമ്പൊന്നും കാണാത്ത വിധം ഒരു സന്തോഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ തന്നെ ആയിരിക്കും. അതൊന്ന് ശ്രമിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അതായത് നമ്മൾ ഖുർആനിനെ നമ്മൾ കംപ്ലീറ്റ് തീർക്കാൻ എന്തായാലും നിയത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഖുർആനിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അത് തദബ്ബുർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പാരായണമായിരിക്കണം ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. നോമ്പ് നമുക്ക് നോൽക്കാൻ സത്യം പറഞ്ഞാൽ നമുക്കൊരു എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്, അല്ലേ? പക്ഷേ തഖ്വയെ നേടിയെടുക്കാനാണ് നമുക്ക് പ്രയാസം. അത് നിലനിർത്തൽ അതിനേക്കാളേറെ പ്രയാസവുമാണെന്നാണ്, അല്ലേ? നമുക്ക് തന്നെ തോന്നാറ് നമ്മൾ നോമ്പിനുള്ള ഒരു തഖ്വ പിന്നീടില്ല. നോമ്പിന് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സുന്നത്തുകൾ ചെയ്തു, കുറേ അത് ചെയ്തു, കുറേ ഇത് ചെയ്തു, അല്ലേ? എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പെരുന്നാളോ അല്ലെങ്കിൽ അത് കഴിയുമ്പോഴേക്കിന് തന്നെ എല്ലാവരും 2 കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ വരുമ്പോഴത്തേക്കിന് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ പറയാറുണ്ട് ആളുകൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതാണോ വേണ്ടത്? അല്ല. നമ്മൾക്ക് അള്ളാഹു ഈ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ടുണ്ട്, അല്ലേ? പ്രാക്ടീസ് ചെയ്ത് അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കാൻ, തഖ്വയുള്ളവരായിട്ട് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഒരു മാസത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ആർജിച്ചെടുത്ത് കഴിഞ്ഞാൽ തഖ്വയെ നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കണം, അല്ലേ? സഹാബാക്കൾ അങ്ങനെയായിരുന്നു പറഞ്ഞാൽ. ആ ഒരു റമദാനിലെ കാര്യങ്ങളെല്ലാം സ്വീകരിക്കാനും ആ തഖ്വയെ നിലനിർത്താൻ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അടുത്ത 6 മാസം. പിന്നെ അടുത്ത 6 മാസം അവർ റമദാനിലേക്കുള്ള ഒരുക്കവും അതിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥനയുമായിരുന്നു. നമ്മൾ റമദാനിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടും, പിന്നെ അതങ്ങ് വിട്ടും. എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എളുപ്പമാക്കട്ടെ നമുക്ക് ഏവർക്കും. ആമീൻ. റമദാനിലെ ഏറ്റവും നല്ല രീതിയിൽ അതിലേക്ക് നമ്മൾ അള്ളാഹു എത്തിക്കട്ടെ. അതിനെ നമ്മൾ അതിലോട്ട് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഈ തഖ്വ നമുക്ക് ആർജിച്ചെടുക്കാൻ നമ്മളുടെ ഹൃദയമാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. അതിനെയാണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത്. നമ്മളൊരു വെറും യാന്ത്രികമായ കാര്യങ്ങളല്ല നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതായത് നമ്മുടെ ആത്മാവ് തന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ട് വരണം. അത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. അപ്പോൾ ആ അടുപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെ തന്നെ ആയിരിക്കണം, അല്ലേ? നമുക്കറിയാം അത് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്ന ഹബിലുല്ലാഹിൽ മതീൻ, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉറപ്പുള്ള കയറാണ്. ആ കയറിൽ നമ്മളെല്ലാവരും പിടിച്ചിട്ടുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ഇപ്പോൾ ഈ ഇരിക്കുന്നത് പോലും നമ്മൾ ഏവരും ഒരുമിച്ചാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഉറപ്പുള്ള കയറിനെ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതിനെ വളരെ ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മളിങ്ങനെ അതിനെ പിടിച്ച് അതിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിലൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ തഖ്വയെ ആർജിച്ചെടുക്കാൻ സാധിക്കണം. അതിലൂടെ അതിനനുസരിച്ച് തന്നെ നമുക്ക് ജീവിക്കാനും സാധിക്കണം. അതിനാണ് അള്ളാഹു നമുക്ക് റമദാൻ തന്നിട്ടുള്ളത്. നോമ്പ് നോറ്റു, ഒരുപാട് സുന്നത്തുകൾ ചെയ്തു, ഒരുപാട് ദിക്റുകളൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു തൃപ്തിയില്ലായ്മ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാവരുത് ഒരിക്കലും. ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഓരോ റമദാനും ഒരുപാട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇനിയും നമുക്ക് റമദാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ പാപമോചനം ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തില്ലേ, 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് സന്മാർഗദർശനമാണ്, മാർഗദർശനം, അല്ലേ? വിവേചനവും വ്യക്തമായല്ലേ? അത് ഫുർഖാനാണ്, ഹുദാ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള വേറൊരു ആയത്ത്, അതാണ് നമ്മളിപ്പം നേരത്തെ ഓതി വെച്ച, അല്ലേ, സൂറത്ത് യൂനിസിലെ ആയത്ത്. 12-ാമത്തെ തദബ്ബുറിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. ഉസ്താദ് അത്രയും ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഖുർആൻ എന്താണ്? അത് മൗഇലത്താണ്. മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശം. മൗഇല എന്ന് വെച്ചാൽ സതുപദേശമാണ്, അല്ലേ? അതോടൊപ്പം എന്താണത്? ഷിഫാ ആണ്, മനസ്സിനുള്ള ഷിഫാ. നമ്മളുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് മാറ്റിത്തരാൻ തീർച്ചയായും ആ ഒരു അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾക്ക് സാധിക്കണം. അത് ഹൃദയങ്ങൾക്കുള്ള, അല്ലേ? ഹൃദയങ്ങൾ ഷിഫാ ഉല്ലിമാഫി സുദൂറാണ്
ഹുദയാണ്, റഹ്മയാണ് എന്നൊക്കെ അള്ളാഹു പറയുന്നു. ഇതൊക്കെ നമുക്കാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്, നമുക്ക് അത്തരത്തിൽ ഖുർആനിനെ നമ്മൾക്ക് പറ്റുന്നുണ്ടോ? ഖുർആൻ നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ഇത് എന്നോടാണ് പറയുന്നത്, ഇത് നന്മയെക്കുറിച്ച് എന്നോട് പറയുന്നു, നന്മയെക്കുറിച്ചുള്ള വസിയത്താണ്. അള്ളാഹു പറയുന്നു നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ എന്നോടാണ് പറയുന്നത് എന്ന് ആ ഒരു ചിന്തയോട് കൂടിയാണോ നമ്മൾ ഖുർആനിനെ പാരായണം ചെയ്യുന്നത്? അതല്ല ഇത് ഓതി തീർക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിലാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ അന്ന് നമ്മൾ ആ ക്ലാസ്സിൽ കേട്ടതുപോലെ നമ്മൾ തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള ബേജാറോട് കൂടി ഹിഫ്ളിൻ്റെ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഖുർആനിനെ മനസ്സിലാക്കുക, ഖുർആനിനെ സന്മാർഗദർശനമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ ഒരു തരത്തിൽ, അതായത് അള്ളാഹു നമ്മളോട് പോലെ അതിനെ എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ അത് ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്നോടാണ് സംസാരിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഐഷയോടാണ് സംസാരിക്കുന്നത്, അല്ലേ? അല്ലാതെ ഇപ്പോൾ റസൂലിനോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, വേറെ പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട പല ആയത്തുകളും അത് അവർക്ക് ആ സമയത്തേക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തതല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് അതവിടെ കഴിയുമായിരുന്നു, അല്ലേ? പിന്നീട് റസൂലിന് പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെയുള്ള പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആവണം. നമ്മുടെ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് അന്നേരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ അല്ലേ ആ ഒരു നബി ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്, അപ്പം ഇങ്ങനെയാണ് ചെയ്യണം. അതുകൊണ്ടാണല്ലോ അള്ളാഹു അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു വിഷമം വരുന്നു, വല്ലാത്ത വിഷമം വരുന്നു, അപ്പം നമുക്ക് അറിയാം അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്സൻ ഇന്ന അല്ലാഹ മഅനാ, അല്ലേ? നമ്മൾ ആകെ വഴിമുട്ടി നിൽക്കുകയാണ്, നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, മൂസാ നബിൻ്റെ പ്രാർത്ഥിക്കാം, റബ്ബീനി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വല്ലാത്ത അസുഖം ബാധിച്ചു, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അന്നി മസനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. ഞാൻ ജസ്റ്റ് കുറച്ച് ഇതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നെ ഓർമ്മയിൽ വന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും പറയാനുണ്ടാവും. ഓരോ കാര്യങ്ങളിലേക്കും നമ്മളോട് അള്ളാഹു പറയുന്നു, നീ സാരില്ല കേട്ടോ, അത് എന്നോട് പറയണം, സാരില്ല എന്നത് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യം പോലും നമുക്കില്ല. നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതങ്ങനെ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ഇന്നു മുതൽ അത് തോന്നുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഖുർആനിനെ സമീപിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു. അതുപോലെ തന്നെ നമ്മൾ ഖുർആനിലേക്ക് എന്തുദ്ദേശിച്ചാണോ നോക്കുന്നത് അതാണ് നമുക്ക് ഖുർആനിൽ നിന്ന് ലഭിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അതെൻ്റെ ഹൃദയത്തിനുള്ള ശാന്തിയാണ്, സമാധാനമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഖുർആൻ അങ്ങനെ നമ്മൾ ഖുർആനിലേക്ക് നോക്കിയാൽ നമുക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാകും. ആ വിഷമത്തിൻ്റെ സാരല്യാട്ടോ എന്ന് നമ്മളോട് പറയുന്നത് പോലെ ഒരു ആയത്തായിരിക്കും നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. നന്മകൾ ചെയ്യാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇന്ന് ചെയ്യണം, അപ്പോൾ നോക്കുമ്പോൾ കാണാം എന്തെങ്കിലും ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇതെന്ത്, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവും, അതിനെക്കുറിച്ചായിരിക്കും നോക്കുന്നത്, അത് നമുക്ക് കാണാം. അപ്പം എങ്ങനെ നമ്മൾ സമീപിച്ചാലും എന്ത് വേണമെങ്കിലും എന്തിനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും റസൂലിന് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും കൈകളിലില്ലേ? നമ്മൾക്കും അള്ളാഹു തന്ന ഒരു മുഅ്ജിസത്തല്ലേ ഖുർആൻ. നമ്മളത് വെച്ച് എന്ത് ചെയ്യുന്നു? സുബ്ഹാനല്ലാഹ്. അല്ലേ, ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി വെച്ചിട്ടാണ് മൂസാ നബി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ കയ്യിലും ഉണ്ട്, അല്ലേ? ഒരു വല്ലാത്ത പ്രതിസന്ധികളിൽ പോലും അതിനോണ്ടൊരു അടി വെച്ച് കൊടുത്തിട്ട് വഴി വെട്ടി തെളിയിക്കുന്ന ആളായിരുന്നു. അത് വെട്ടി തെളിയിച്ചത് കൊടുത്തത് അള്ളാഹു ആണ്, അല്ലേ? അപ്പോൾ ആ മോചിതത്താണ് മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ അള്ളാഹു ഖുർആനെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ ഖുർആനുണ്ട് നമ്മുടെ കയ്യിൽ. അത്തരത്തിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അത്തരത്തിൽ നമ്മൾക്ക് ഖുർആനിനെ ഇങ്ങനെ മുന്നോട്ട് ഓരോ ആയത്തുകളും വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള ഒരു ഫീലിംഗ്, അല്ലേ? നമുക്ക് ഭയങ്കര കൗതുകം. ഇതെന്തൊക്കെയാ, അല്ലേ? അള്ളാഹു എന്തൊക്കെയാ നമ്മളോട് പറയുന്നത്. അതിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്, ഇതിങ്ങനെ ചെയ്യാം, അല്ലേ? അങ്ങനെയുള്ളൊരു സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അന്നേരം ഉണ്ടാവണുണ്ടോ? നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഇനി ഇങ്ങനെ ചെയ്യാം,
ഇപ്പോൾ നമ്മൾ റംസാൻ വരികയാണ്, റംസാൻ കൊടുക്കലിൻ്റെ മാസം കൂടിയാണ് അല്ലേ, മന്ത് ഓഫ് ഗിവിങ്. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എന്തും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ നമ്മളെ ഓരോരുത്തരും ഒന്നും ഇല്ലാത്തവർ പോരും എന്താണ് എൻ്റെ വക എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണം, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാസമാണ്. കാരണം അത്രയും പുണ്യമാണ് നമുക്ക് ഈ റമദാനിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഏറ്റവും ഇഹ്സാനോടുകൂടി ആ ഒരു ലെവലിലേക്ക് എത്താൻ നമുക്ക് ഖുർആനിലെ ആയത്തുകൾ നമുക്ക് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഒരു സംഗതി കൊടുക്കണമെങ്കിൽ നമ്മൾ റമദാനിൽ നമ്മളെ കീറിയും പഴയതും നല്ല കൊടുക്കുക, വേണ്ടാത്തതും ഒഴിവാക്കാനായ അരിയോ അല്ലെങ്കിൽ അതൊന്നല്ല കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കിറ്റിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ, നല്ല അരിയും നല്ല സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ ഒരു കുടുംബത്തിന് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക പെരുന്നാളിന് നമ്മൾ പുതിയതേ വാങ്ങിക്കൊടുക്കൂ, നമ്മൾ ആരും പഴയത് കൊടുക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആയത്താണ് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്. സുബ്ഹാനല്ലാഹ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും നമുക്ക് പുണ്യം പ്രാപിക്കണോ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം, നമുക്ക് വേണ്ടാത്തത് നമ്മൾ കൊടുക്കണ്ട. ഏതാ വീട്ടിൽ തന്നെ വെച്ചോളൂ, നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ല, ആവശ്യമുള്ളവരുണ്ടാവും കേട്ടോ, അത് നമുക്ക് കൊടുക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്തത് കൊടുത്താലും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ല പറയുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടത്തോടു കൂടിയുള്ളത്, അത് എന്തോ ആയിക്കോട്ടെ, അറിവായിക്കോട്ടെ നമ്മൾ ചെയ്താൽ മാത്രം പോരല്ലേ, എല്ലാവരും ചെയ്യട്ടെ നന്മകൾ. അതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ഞാൻ പഠിച്ചു, ഞാനിങ്ങനെ കുറേ ആയിട്ട് ഇരുന്ന് എനിക്ക് കുറേ ഇബാദത്തുകളും ചെയ്ത് ഇനി ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് അങ്ങനെ ആരും വിചാരിക്കുന്നില്ലല്ലോ, ഇതിലാരും വിചാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. കിട്ടിയ ഒരു അറിവിനെ അതൊരു നേരം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നാണ് എല്ലാവരും, അവരും ചെയ്യട്ടെ നമ്മളോടൊപ്പം എല്ലാവരും സ്വർഗത്തിൽ പോട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആരും ഒറ്റയ്ക്ക് എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അത് ദുനിയാവിയായ കാര്യങ്ങളിലാവുമ്പോഴാണ് ആ ഒരു ചിന്ത വരുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആർക്കും തന്നെ അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് ആർക്കും ഇല്ല. അത് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോഴും ഖുർആനുമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ അതിനെ വായിക്കാൻ ശ്രമിക്കുക. ഖുർആനുമായുള്ള ബന്ധം, അത് അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള സംസാരത്തോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് അത് നമ്മളെ സഹായിക്കണം ആ പാരായണം. അല്ലാതെ ഒരു ദിക്റില്ലാതെ, അതായത് അള്ളാഹുവിനെ കുറിച്ചൊരു ഓർമ്മയും ഇല്ലാതെ നമ്മളിതിങ്ങനെ ഓതി തീർക്കുന്ന പോലെ ഒരിക്കലും ആയിത്തീരാൻ പാടുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിനെ നമ്മൾ തഖ്വ ആർജിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഖുർആനുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അതിനെ നമ്മൾക്ക് ആ ഒരു ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് നമ്മൾ ഓരോ പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കണം, എത്തരത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. നമ്മളുടേതായ പഠനം നമ്മൾക്ക് നടത്താം. ഇത്തരത്തിൽ നമ്മൾ എന്തായാലും ഖത്തം ചെയ്യുന്ന സമയത്ത് ഓരോ വാക്കുകളും സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് റീഡ് ചെയ്യുക. തീർക്കണമെന്ന് വിചാരിച്ച് നമ്മൾ റീഡ് ചെയ്യുന്ന പോലെ ഒരിക്കലും ആയി പോകരുത്. അള്ളാഹുവിൻ്റെ സംസാരത്തെ എന്തോ ആർക്കോ വേണ്ടി എന്തോ പറഞ്ഞിട്ട് തീർക്കലല്ല. ആ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അതിനൊന്ന് ശ്രദ്ധിച്ച് അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാമെന്ന് പറയില്ലേ. ഇത് മറ്റേത് നമ്മൾ ഒരു ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന പോലെയല്ലേ നമ്മൾ ഈ തരത്തിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ തദബ്ബുർ തന്നെയാണ് ഏറ്റവും യഥാർത്ഥ ഖുർആനിൻ്റെ പഠനം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളോട് ചോദിച്ചിട്ടാണ്, സൂറത്ത് മുഹമ്മദിലെ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങളിൽ മേൽ പൂട്ടിട്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂട്ടിട്ടിരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ ഖുർആൻ റീഡ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ആയത്ത്, ഇപ്പം ബഖറ ഓതി കഴിഞ്ഞു, ഞാൻ ഇത്ര പേജ് ഓതി കഴിഞ്ഞു, അല്ലെങ്കിൽ റമദാൻ്റെ മുമ്പേ തുടങ്ങുന്നവരുണ്ടാവും ചിലപ്പോൾ, എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി മക്കളെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, ഓദിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ആയത്ത് കണ്ടു, അത് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾക്കും അത് മനസ്സിൽ പതിയുമെന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം. അവിടെ നിർത്തണം. നമ്മൾ ഓതി വരുന്ന സമയത്ത് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് കണ്ടു, ഒരു ദുആ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനപ്പെടുത്തുന്ന ഒരു വാക്കുകളായിരിക്കും. അവിടെ നിർത്തുക, 1-2 തവണ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ, തഫ്സീറാണ് കയ്യിലുള്ളതെങ്കിൽ ആ തഫ്സീർ അന്നേരം ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. അതാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഖുർആനിനെ പഠിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ചിന്തിക്കാതെ അശ്രദ്ധമായി ഖുർആൻ പാരായണം ചെയ്തതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരായത്ത് തദബ്ബുർ ചെയ്യാനാണ്, മനസ്സിലാക്കാനാണ്. അതാണ് ഏറ്റവും, കാരണം ആ ഒരു ആയത്തിനെ നമ്മൾക്ക് ജീവിതം മുഴുവൻ നമുക്ക് ഓർക്കാനും അത് പ്രവർത്തിക്കാനും ആയാൽ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ആയാൽ, സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾക്ക് വേണ്ടത്. പാരായണത്തിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായ പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആനിനെ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹുദാണം, റഹ്മ ആവണം, അല്ലേ, ഫുർഖാൻ ആവണം, ഇതൊക്കെ നമുക്ക് ആവണം എന്നുണ്ടെങ്കിൽ, ഷിഫ ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ, അല്ലാതെ നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മൾ പറയുന്നുണ്ടാകും, പക്ഷെ ഒരു കാലത്തും ആർക്കും ഒരു സമാധാനവും ഇല്ല. ഒരു പ്രശ്നങ്ങൾ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോഴേക്കിനെ കംപ്ലീറ്റ് തീർന്നു. ആളുടെ എന്താ പറയുക, ആകെ എന്താണായിരിക്കും നമുക്കിങ്ങനെയൊക്കെ വന്നത്, നമ്മളെ പഠിച്ചോനെ എന്നുള്ളതായിരിക്കും. അതെന്നെ പിന്നെ ആ ചർച്ചയിലൂടെ തന്നെ പോകും. ഒരു തരത്തിലുള്ള ഒരു അന്നേരം ഒരു തഖ്വയും ഇല്ല, ഒരു ആശ്വാസവും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോലും ചിലർക്ക് മനസ്സിലാകാത്ത തരത്തിലേക്കുള്ള ഡിപ്രഷനും കാര്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. പക്ഷെ ഖുർആനിനെ അടുത്തറിയുന്ന ആളുകളും ആ ഒരു ബന്ധങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതായിരിക്കും. അപ്പം പെട്ടെന്നായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുന്നത്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുന്നത്, അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചു കൂടി ഉണ്ടാവില്ല. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് ചിലപ്പം കേൾക്കുന്നത്, ഇത് അള്ളാഹ് എന്നോട് പറയുകയാണല്ലോ എന്ന് തോന്നിപ്പോവും. അത് അവരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പ് തുറക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടി, അല്ലേ, കഴിഞ്ഞ ദിവസം സെലീന പറഞ്ഞതുപോലെ തന്നെ, അത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ക്ലാസ് വന്നത്, അല്ലെങ്കിൽ ഒരു ആയത്ത് വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹദീസ് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആയിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് നമ്മളെ എത്തിക്കുന്നത് ആ ഒരു ലെവലിലേക്കാണ്. അതായത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു, നമ്മൾ ഖുർആൻ തുറന്നാൽ കിട്ടും, നമ്മളുടെ ഏത് ഭാഗത്തേക്ക് നമുക്ക് തിരിഞ്ഞാലും നമ്മൾക്ക് കിട്ടും. അത്തരത്തിലാണ് ഖുർആനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള ഖുർആനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ കൂട്ടുകാരും ഖുർആനുമായി കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ് അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അല്ലേ, നമുക്കറിയാം. സൂറത്തു സ്വാദിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇത് നാം നിനക്ക് അവതരിച്ച് തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം, അത് അനുഗ്രഹീതമാണ്, സുബ്ഹാനല്ലാഹ്, മുബാറക്കാണ്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ ഊറ്റാലോചിക്കാൻ, അല്ലേ, യദ്ദബ്ബറു. ഈ തദബ്ബുർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മീനിങ് വായിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കുന്നത്, ഊറ്റാലോചിക്കുക, അതെന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല, അല്ലേ. മലയാളം വേർഡാണ് ഊറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് പെട്ടെന്നൊന്നും പിടുത്തം കിട്ടൂല, ഇനി അറിയില്ല, മലയാളമൊക്കെ നല്ലോണം അറിയുന്ന ആൾക്കാർക്ക്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കണം, സംസാരിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ഹൃദയത്തിലേക്ക് ആ ആയത്തിനെ നമ്മൾ എടുക്കണം. ഓരോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ആയത്തിനെ നമ്മൾ ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അല്ലേ, ആ ഒരു ഫീലിംഗ്, അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അള്ളാഹു പറയുന്ന ഇങ്ങനെ നമ്മൾ ഖുർആൻ റീഡ് ചെയ്ത് പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വാക്കുകളെ നമുക്ക് ഹൃദയത്തോടടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതാണ് തദബ്ബുർ. അത് ബുദ്ധിമാന്മാരാണ്, അല്ലേ, അത് ഇതിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളത് ഈ അൽബാബുകളെ കുറിച്ച് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ബുദ്ധിമാന്മാർ ഓർമ്മിക്കാനും വേണ്ടി അത്രേ അത്. ഇപ്പം നമുക്ക് ബുദ്ധി ഇല്ലേന്ന് വിചാരിക്കുന്നത്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലും, ഇത് കേൾക്കാനും, അല്ലേ, ഇത് ഉൾക്കൊള്ളാനും അത് പ്രവർത്തിക്കാനുമുള്ള ആശയോടുകൂടി നമ്മളിവിടെ ഇരിക്കുന്നത്. അത് അള്ളാഹു തന്ന, ഇത് വലിയ പഠിച്ച് എന്തോ ഡിഗ്രി കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഖുർആനെ മനസ്സിലാക്കാൻ, അല്ലേ, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കേൾക്കാനുള്ള കഴിവ്, അറിയാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, അത് തന്നെ മതി, കൂടുതലൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളെടുത്ത് നമ്മളിങ്ങനെ ഖുർആനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്, റമദാൻ ഖുർആൻ എന്നൊക്കെ പറഞ്ഞപ്പം, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കേണ്ടത് അതാണ്, ഖുർആൻ്റെ ആയത്തുകളെ മനസ്സിലാക്കണം, നമ്മൾ തദബ്ബുർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ മൈക്ക് അൺമ്യൂട്ടായിരുന്നു. അവളാകെ ക്ഷീണം പിടിച്ച് ഒരു അതും കൂടി ഇതെന്നെ അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പം അവൾക്ക് ഹിഫ്ദിൽ കുറച്ച് ബാക്കാണ്, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാരമില്ല എന്ന് പറയലാണ്. എല്ലാവർക്കും ഒരേ കഴിവല്ലല്ലോ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ ഏതൊരു പഠനത്തിനേക്കാട്ടിലും ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ, തദബ്ബുറാണ്, അല്ലേ. ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കാൻ നമുക്ക് നല്ല കുറേ അല്ലേ ഇരിക്കണം, നമ്മൾ അതിനെങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും.
തജ്വീദും ഇതും ചെറുപ്പത്തിലേ പഠിക്കാത്തവർക്ക് മഖ്റജ് ശരിയാക്കാനും അതോടൊപ്പം തന്നെ തജ്വീദ് എത്ര പറഞ്ഞാലും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ഓരോ സമയത്തും ഇല്ലേ തൻവീൻ റൂൾസ് തന്നെ അല്ലേ സുക്കൂനുള്ള നൂനും ഈ ആ റൂൾസ് വരുന്നിടത്ത് തന്നെ നമുക്ക് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ ഓരോ ലെറ്റേഴ്സ് വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോഴും അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഓതി ശരിയാവുകയാണ് ചെയ്യുക, കറക്ഷൻ കിട്ടി ശരിയാവുകയാണ് ചെയ്യുക അല്ലേ, അതൊക്കെ പാടാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആയത്ത് വായിക്കുമ്പോൾ ഇതെന്തിനാ ഖുർആൻ അല്ലേ, ഇല്ല അള്ളാഹു മുബാറക്കായിട്ട് തന്നിട്ടുള്ളത്, ഇത് തദബ്ബുർ ചെയ്യാനാണ്. അപ്പൊ തദബ്ബുർ എന്താന്നുള്ളൊരു വേർഡ് നമുക്ക് അറിയില്ലെങ്കിൽ ആരോടൊന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു അടുത്ത ആയത്തിലേക്ക് പോകുന്ന ഖുർആൻ ഇതൊക്കെയാണ് അല്ലേ, സുബ്ഹാനല്ലാഹ്, അല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റൂലേ. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ആയത്ത് തന്നെ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അതിന്റെ തഫ്സീറും കൂടെ നമുക്ക് വായിക്കാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ഖുർആനെ കുറിച്ച് നമുക്ക് ഒരു വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് അങ്ങോട്ട് തോന്നും. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഖുർആൻ എന്ന് പറയുന്നത് വെറുതെ പാരായണം ചെയ്ത് പോകരുത് എന്നുള്ളതാണ് വീണ്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്ക് പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കും. അത് മതിയോ, അതുകൊണ്ട് നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ മാത്രം ഒന്നൊന്ന് ചിന്തിച്ച് മാറ്റി തിരുത്തിയാൽ മാത്രം മതി. അത് മാത്രം പോരാ നമുക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഖുർആനിനെ അത്തരത്തിൽ നമ്മൾ അല്ലേ വളരെ സാവധാനം മനസ്സിലാക്കി അള്ളാഹു നമ്മളോട് പറയുന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനെ ചിന്തിക്കുകയും, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദൃഷ്ടാന്തം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഈ ഊറ്റാലോചിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മലയാളം ആകർത്തം വരുന്ന സമയത്ത് അതെന്തോ ആയി പോകുന്നതാണ്. ഒരാൾ അല്ലേ ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് ഈ ആയത്ത് ഇങ്ങനെയാണല്ലോ, എന്നാ ഇങ്ങനെ ആക്കാം അല്ലേ, അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതന്നെയാണ് ഈ ഊറ്റാലോചനയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മൾ ഖുർആനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഖുർആനിലൂടെ എങ്ങനെയാണ് ജീവിക്കാന്ന് ചോദിക്കും ഒരാൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്. നമ്മളൊക്കെ പഠനം തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് ഖുർആനിലൂടെ നമ്മൾ ജീവിക്കാന്ന് വെച്ചാൽ അത് ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരില്ലേ, അതുകൊണ്ട് പഠിച്ചിട്ട് പിന്നെ കൂടുതൽ ശിക്ഷ കിട്ടണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ ഏറ്റവും എളുപ്പമാണ്, കാരണം ഖുർആനിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എളുപ്പമാകുന്നത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ടാവൂലേ. കാരണം മുമ്പുള്ളതുപോലെയുള്ളൊരു ജീവിതേ അല്ല നമുക്ക് ഇന്ന് ഓരോരുത്തർക്കും ഉള്ളത്. അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഈ ഖുർആൻ പഠിതാക്കളായ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു റമദാനിൽ നമ്മൾ ഇത്തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത്തരത്തിൽ തന്നെ അതോടൊപ്പം തന്നെ ഒരു സൂറത്തോ കാര്യങ്ങൾ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിനെ നന്നായി മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ നോട്ട്സ് എഴുതുകയും അതൊരു പഠനം തന്നെ ആയിരിക്കട്ടെ, വെറും ഒരു യാന്ത്രികമായ പാരായണമല്ലാതെ പഠനം. അത് എന്തോ ഒരു കഷ്ടപ്പെട്ട് പഠിക്കുന്നത് പോലെയല്ല, ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു ആയത്ത് കാണുമ്പോൾ അതിനെ കണ്ടു അതൊന്ന് അല്ലേ നമ്മളൊന്ന് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, അതൊന്നൊരു ഈ ആയത്ത് നമ്മൾ ഫേവറേറ്റ് ആയാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം അല്ലേ. നമ്മളിങ്ങനെ പോവാണ്. ഞാൻ ഇന്നലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുട്ടികളെ നമ്മൾ റീഡ് ചെയ്യിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ആയത്തുകൾ വേണം. വലിയ കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല മക്കൾക്ക്. അപ്പോൾ അവരെ ഓദിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത് സനസീദുല്ലാഹുൽ മുഹ്സിനീൻ. സുബ്ഹാനല്ലാഹ്. മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നല്ലാഹ യുഹിബ്ബുൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ആയത്തുകൾ നമ്മൾ പഠിച്ചില്ലേ. ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇങ്ങനെ എഴുതി വെക്കുക. ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കും. ചെറിയ കാര്യങ്ങൾ, ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മളൊന്ന് എഴുതി വെക്കുകയും അതിൻ്റെ അർത്ഥം എഴുതി വെക്കുകയൊക്കെ ചെയ്ത് നോക്കും. പിന്നെ നമുക്കത് കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ്. അത് കാണുമ്പം തന്നെ നമുക്ക് സമാധാനമാണ്. നമുക്ക് വല്ലാത്തൊരു അനുഭൂതി അതിലൂടെ നമുക്ക് ലഭിക്കും. കാരണം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വാക്കുകൾ. ഇത് നമുക്ക് ഒരാളോട് ഒരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മുടെ വായിലപ്പോൾ അത് വന്നോളും അല്ലേ. ഇത് ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പതിഞ്ഞ് അല്ലേ. അള്ളാഹിൻ്റെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാം, ഒന്നുകൊണ്ട് ബേജാറാവണ്ട കേട്ടോ, അള്ളാഹ് നമ്മളെ കൂടെ ഇല്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ. ഇതൊക്കെ നമ്മൾ ഇത്രയേ ഉള്ളൂ അള്ളാഹിൻ്റെ ഒരു സമാധാനപ്പെടുത്തുന്ന ഒരു വാക്ക് പറയാൻ. അതറിയാത്തതായിട്ട് നമ്മൾ ആരും ഉണ്ടാവരുത്. അങ്ങനെ ഓരോ ആയത്തുകളും ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇനി റംസാൻ കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. ഒരു ആയത്തൊന്നും ആയിരിക്കില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് ഏവർക്കും അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആയത്തുകളെ ജീവിതത്തിലേക്ക് എടുക്കാൻ അത് ഇങ്ങനെ തദബ്ബുർ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തീർച്ചയായിട്ടും ഇങ്ങനെ ഖുർആനുമായിട്ട് നമുക്കൊരു ഹൃദയബന്ധം
ഉണ്ടാകുമ്പോൾ തന്നെ ഖുർആൻ നമ്മുടെ ഹൃദയവുമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എത്ര വറ്റിയ ഉണങ്ങിയ ഹൃദയത്തിലും പച്ചപ്പ് കൊണ്ടുവരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അത് പടർന്ന് പന്തലിച്ച് അത് കാടാകും. ഏതായാലും വിത്തൊക്കെ നമ്മൾ അല്ലേ, മിഷ്കാത്തിലുള്ളവരെല്ലാവർക്കും വിത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും തന്നെ അതിനെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിലൊന്നും ഏറ്റ് വാടിപ്പോകാൻ ആരും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു നട്ടുച്ച വെയിലിലും ക്ഷീണം പിടിക്കുന്ന ഈ ഓരോ സമയത്തും നോറ്റ് തീർക്കാനുള്ള നോമ്പുകളൊക്കെ എടുക്കുമ്പോഴും ഈ അല്ലേ ക്ഷീണം വരുന്ന ഈ ഒരു സമയത്ത് പോലും എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് ആഗ്രഹമുണ്ട് അതിനെ ഏറ്റവും പടർന്ന് പന്തലിച്ചത് കാടും ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അല്ലേ, നമ്മുടെ റബ്ബാണ് നമ്മളോട് പറയുന്നത് നമുക്കിങ്ങനെയൊക്കെ ചെയ്തു തരാമെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇഹ്സാനോട് കൂടി കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി, മുഹ്സിനീങ്ങളായാൽ മതി. ആ മുഹ്സിനീങ്ങളാകാനാണ് നമ്മൾ ഇത്തരത്തിൽ ഖുർആനിലേക്ക് ഹൃദയത്തെ അടുപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഖുർആനിലേക്ക് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അല്ലേ നമ്മൾ ആ ഒരു ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു വിത്തിന് അതിന് വളവും വെള്ളവുമായിരിക്കാം. അതോടൊപ്പം നമ്മളൊരു ചെടിയെ നമ്മൾ സ്നേഹത്തോടെ തലോടണം എന്ന് പറയും. ഇപ്പോൾ ഒരു കായ്ക്കാനൊക്കെ അല്ലേ ചെടികൾക്കിടയിലൂടെ നടക്കണം എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹു അല നമ്മൾ ആയിഷക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ അറിയാം. അപ്പോൾ എന്തെന്നെ ആയാലും തീരെ ശ്രദ്ധിക്കാതെ നമ്മൾ വെള്ളവും വളവും മാത്രം കൊടുത്ത് ഇട്ടേച്ചാലും പറ്റൂല എന്ന് പറയാറുണ്ട്. അതിനിടയിലൂടെ നടക്കണം അല്ലേ. അത്തരത്തിലൊരു തലോടലും എപ്പോഴും നമ്മളതിനെ നനച്ചും തൊട്ടും തലോടിയും തന്നെ പോകണം. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പം എടുത്ത് നോക്കുന്നതാവരുത് നമ്മുടെ ഖുർആൻ. അത് നമ്മൾക്ക് അതായത് ഈ റമദാനിലേക്ക് മാത്രമല്ല, റമദാനിൽ കഴിഞ്ഞാലും അതിനെ അത്തരത്തിൽ തന്നെ നമുക്ക് ഈ എന്താണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ആ ഒരു ഈ തദബ്ബുർ പഠനം നമുക്ക് ജീവിതത്തിലുടനീളം നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അതിൽ ഇത്തരത്തിൽ കാടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഒരു ചെടിയായി മരമായി റമദാനിൽ അവിടെ തന്നെ അങ്ങ് നിന്നു പോകും. അതിൽ നിന്ന് പിന്നെ പടരാത്ത പോലെ ആയിപ്പോവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരോടുമാണ് റബ്ബ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളോട് നല്ലത് ചെയ്യാൻ പറയുന്നു, തിന്മ ഒഴിവാക്കാൻ പറയുന്നു, നമ്മളെ സമാധാനിപ്പിക്കുന്നു അല്ലേ. സന്തോഷ വാർത്തകൾ സുബ്ഹാനല്ലാഹ് നമ്മളോട് സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിൽ കാണാൻ നമുക്ക് അല്ലേ. ആരോ ഒന്ന് ഗ്രൂപ്പിൽ തന്നെ എന്നാൽ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ ആയത്തുകളിലൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മൾ ആലോചിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് ആ കാര്യങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി സന്തോഷം വരുന്നുണ്ടോ? അതാണ് നമ്മളിങ്ങനെ ഓതിപ്പോണ്ടാവും. സ്വർഗത്തെ പറയുന്നുണ്ടാവും, നരകത്തെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും സമാധാനിപ്പിക്കുന്ന വാക്കുകൾ. ഇതൊന്നും നമ്മളതൊന്നും കാണുന്നില്ല, നമ്മളിത് ഓതി തീർക്കലാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പം അല്ലേ ഈ പറഞ്ഞതുപോലെ ആവേശം നൽകുന്ന വാക്കുകൾ ഉണ്ടായിരിക്കണം അല്ലേ. വാക്കുകളുണ്ട് ഖുർആനിൽ. അത് നമുക്ക് ആവേശം നൽകണം. അതാണ് പറഞ്ഞു വന്നത്. സുബ്ഹാനല്ലാഹ്. ഫലിയത്തനാഫിസുൽ മുത്തനാഫിസുൽ ഇതൊക്കെ കുട്ടികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുക അല്ലേ. അവർക്ക് പോലും മനസ്സിലാവും. പക്ഷേ നമ്മളതിനെ വെറും ഇങ്ങനെ ഈ സൂറത്തൊക്കെ നമ്മൾ കാണാതെ പഠിച്ചതായിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടാവും നിസ്കാരത്തിലും ഒക്കെ തന്നെ. പക്ഷേ നമ്മൾ മത്സരിക്കുന്നുണ്ടോ? എന്ത് കാര്യത്തിന്? എന്തിനു വേണ്ടിയിട്ട് മത്സരിക്കണം? അതൊക്കെ നമ്മൾ അറിയണം. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുന്നു, എന്താണ് നമ്മൾക്ക് ഈ മത്സരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ തസ്നീം അടങ്ങിയ ഇത് കുടിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ മുലാഖാത്ത് നടത്തണം. നമുക്കതൊക്കെ ആഗ്രഹമുണ്ട്. കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി. നമ്മളിങ്ങനെ കഠിനാധ്വാനികളാകണം. നമ്മൾ അത്തരത്തിൽ ആ കാര്യത്തിൽ നമ്മൾ കഠിനാധ്വാനം നടത്തുന്നുണ്ടോ? അള്ളാഹുവിനെ മുലാഖാത്ത് നടത്താനുള്ള കഠിനാധ്വാനം. നമ്മുടെ നമസ്കാരം ഏറ്റവും നല്ലതാകണം. അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനമുണ്ടോ നമ്മളെടുത്തുനിന്ന്? ഖുർആനിനെ ഇത്തരത്തിൽ നമുക്ക് തദബ്ബുർ ചെയ്യണം. കഠിനാധ്വാനമുണ്ടോ? നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള പോലെ ആയിപ്പോയത്. പക്ഷെ സുബ്ഹാനല്ലാഹ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അല്ലെ മിഷ്കാത്തിലെ നമ്മൾ ഓരോ ഫ്രണ്ട്സും എല്ലാവരും അവിടെ അടുത്ത് എത്താൻ നമ്മൾ എത്രയോ മത്സരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോവും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതെ, നമ്മൾക്ക് അള്ളാഹു നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് സന്തോഷ വാർത്തകൾ നമുക്ക് സന്തോഷം നൽകണം. അപ്പം നമുക്ക് ശരിക്കും നമ്മൾക്ക് ആ ഒരു സന്തോഷത്തെ നമ്മൾ ഫീൽ ചെയ്യണം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് തരാമെന്ന് പറയുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പല കാര്യങ്ങളും ദാനധർമ്മങ്ങളെക്കുറിച്ചായിരിക്കാം, നമസ്കാരത്തെക്കുറിച്ചായിരിക്കാം. ഞാൻ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ, അള്ളാഹു ആയിട്ടുള്ളൊരു സംസാരമാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സന്തോഷം, ആ സന്തോഷം ഫീൽ ചെയ്യുന്ന തരത്തിൽ
രീതിയിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ അതിനെ വായിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുന്ന ആവേശം നൽകുന്ന വാക്കുകളെയൊക്കെ നമ്മളിങ്ങനെ എടുക്കണം. ഞാനിങ്ങനെ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കും അങ്ങനെ അല്ലേ, അങ്ങനെ നമുക്കാവാൻ പറ്റൂല. നമ്മളിപ്പോൾ ഇതൊന്നും നമ്മളെങ്ങനെ എത്താൻ അവിടെയൊക്കെ എത്ര നമ്മളെ മുന്നിൽ ഈ പഠിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, നമ്മളതൊന്നും ചിന്തിക്കണ്ട. അള്ളയും നമ്മളും അല്ലേ, നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആവാൻ. നമ്മൾ വേറെ ആരോടും പറയുന്നൊന്നുമില്ല. ഈ ആയത്ത് വായിക്കുമ്പോൾ ആയത്തുകളിൽ നമ്മുടെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും നമുക്ക് പറ്റണം. കാരണം അള്ളാഹിൻ്റെ ഏറ്റവും അല്ലേ മുഖറബീങ്ങളിലാവാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളത് ആഗ്രഹിക്കുക, അള്ളാഹിനോട് ചോദിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ താക്കീതുകളും അല്ലേ, നമ്മളെ ഓരോ കാര്യത്തിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച് ആയിക്കോട്ടെ, ശിക്ഷയെക്കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾക്ക് അത് ആയിട്ട് മനസ്സിലാക്കണം. ഉപദേശങ്ങളായിട്ട്, സതുപദേശമായിട്ട് തന്നെ നമ്മൾ അതിനെ എടുക്കുമ്പോഴേ നമുക്ക് ഇത്തരത്തിൽ ആയിത്തീരുകയുള്ളൂ. അതായത് സത്യത്തിലേക്ക്, യഥാർത്ഥ മാർഗദർശനത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, പരിശുദ്ധി പ്രാപിക്കുന്നതിലേക്ക് നമ്മളെ എത്തിക്കാത്ത ഒരറിവ് കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. സുബ്ഹാനല്ലാഹ്, അതായത് എന്താണ് സത്യം അതിലേക്ക് നമ്മളെ എത്തിക്കണം, എന്താണ് യഥാർത്ഥ മാർഗദർശനം അതിലേക്ക് നമ്മളെ എത്തിക്കണം, സന്മാർഗത്തിലേക്ക് അല്ലേ. നമ്മൾ ഏറ്റവും നമ്മൾ ഹുദായിലാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നെ അത് നേരെ അടുത്ത ഹുദായിലേക്ക്, അടുത്ത സന്മാർഗത്തിലേക്ക് അള്ളാഹു നമുക്ക് പുതിയ പുതിയ മഖ്റജുകൾ നമുക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. അതിലൂടെ നമ്മൾക്ക് ഏറ്റവും ആത്മശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ആ പരിശുദ്ധി പ്രാപിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതൊന്നും നമുക്ക് ഈ ഒരു തരത്തിലും ഇതൊരു ഗൈഡൻസും നമുക്ക് നൽകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിതിങ്ങനെ അല്ലേ, നമുക്ക് എന്തോ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, അത് തഫ്സീർ പഠനമായിരിക്കാം, അല്ലെങ്കിൽ തജ്വീദ് പഠനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കുറേ കോഴ്സും ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും നമുക്കൊട്ട് കിട്ടുന്നുമില്ല. നമ്മളെ മനസ്സിനൊരു സമാധാനം, ഷിഫ അത് നൽകുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡൻസ്, ഒരു കാര്യം, ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് എനിക്കൊരു വഴികാട്ടിയായിട്ട് എനിക്ക് ഖുർആനെ ഫീൽ ചെയ്യുന്നില്ല, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലെങ്കിൽ നമുക്ക് ഈ തരത്തിൽ ഒരു പരിശുദ്ധി പ്രാപിച്ച് ഒരു സമാധാനം അല്ലേ, തത്മഇന്നുൽ ഖുലൂബ് ആവാൻ നമുക്ക് സാധിക്കുന്നില്ല, നഫ്സുൽ മുത്മഇന്ന ആവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ അറിവിൽ എന്തോ ഒരു അല്ലേ, ഏറ്റവും ശരിയായ ഒരു അറിവിലേക്കല്ല നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടേക്ക് എത്തും, തീർച്ചയായിട്ടും എത്തും. കാരണം എന്താണ്, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, അള്ളാഹു തീർച്ചയായും നമ്മളെ അങ്ങോട്ട് എത്തിക്കും. അതിന് പലപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഈ തദബ്ബുറിൻ്റെ പല വഴിക്കും പോയി നോക്കി, പക്ഷെ എനിക്ക് എവിടെയും ഒന്നും ടച്ച് ചെയ്യാത്ത പോലെ. സ്വയം പഠിക്കാൻ തന്നെയാണ് എന്നെ പിന്നെയും അള്ളാഹു കൊണ്ടെത്തിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ കേൾക്കുകയും അതോടൊപ്പം ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, എനിക്ക് അതിലൂടെ ഒരുപാട് ചെയ്യാൻ സാധിക്കട്ടെ. അത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടുന്ന് ഇവിടുന്നതും കേട്ടതും തഫ്സീർ വായിക്കുന്നതുമായ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഒന്നും ഞാനായിട്ട് പറയുകയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം, എന്നാൽ തന്നെയും നമ്മൾക്ക് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഈ പഠനത്തിലൂടെ നമ്മൾക്ക് കിട്ടേണ്ടത് അതാണ്. ആ ഒരു സന്തോഷം, സമാധാനം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ആഗ്രഹിക്കുന്നത് അതാണ്, ഏറ്റവും ശുദ്ധിയുള്ള അല്ലേ സമാധാനമടഞ്ഞ ആത്മാവ്. സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മൾ അള്ളാഹു എത്തിക്കട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് നമ്മൾ തിരിയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു റമദാനിൽ സ്പെഷ്യലായിട്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചും അവനിലേക്കുള്ള മടക്കത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തീർച്ചയായിട്ടും നമ്മളോട് ആ ഒരു ആയത്തിൽ നമുക്ക് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. ആ ആയത്തിൻ്റെ തഫ്സീറും കൂടെ ഒന്ന് വായിക്കാം ഇൻഷാ അല്ലാഹ്. മനുഷ്യവർഗത്തിന് ആകമാനം സതുപദേശം അത്രേ വിശുദ്ധ ഖുർആൻ. അജ്ഞത, അന്ധവിശ്വാസം, കാപട്യം, സംശയം ആദിയായ മനോരോഗങ്ങൾക്ക് അത് ശമനം നൽകുകയും ചെയ്യുന്നു. അപ്പം ഈ ഖുർആൻ റീഡ് ചെയ്യുന്ന ആളുകൾ തന്നെ നമ്മൾക്ക് കാണാറുണ്ടല്ലേ, അവർക്ക് അവരുടെ പ്രവർത്തനത്തിൽ നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലമായി അവർ അല്ലേ പലതരത്തിൽ, പക്ഷെ അവരുടെ സംസാരത്തിൽ അല്ലേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് അല്ലേ, ഒരു തൃപ്തിയില്ലായ്മ, എല്ലാവരെക്കുറിച്ചും ഒരു തൃപ്തിയില്ലായ്മ, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അതൊക്കെ ഒരു തരത്തിലുള്ള മനോരോഗങ്ങളാണ്. അതിനൊന്നും ഈ ഖുർആൻ ശമനം നൽകുന്നില്ലെങ്കിൽ അത് ശരിയായ ഒരു പഠനത്തിലൂടെയല്ല നമ്മൾ ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അജ്ഞത,
പറഞ്ഞത് അന്ധവിശ്വാസം, കാപട്യം, സംശയം ഒക്കെ നമുക്കും ഉണ്ട്. സംശയം ഉണ്ടാവും അല്ലേ? നമുക്ക് ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ളവരെ മക്കളെ ആയിക്കോട്ടെ, ഹസ്ബൻഡിനെ ആയിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ചെയ്യുന്നതായിക്കോട്ടെ, വീട്ടിൽ പണിക്ക് വന്നോളായിക്കോട്ടെ, അവൾ ശരിക്കും ചെയ്തില്ല, ആയില്ല, ഇതാക്കിയില്ല, എന്നിട്ട് അത് അവരോട് പറയുന്നു, ഇവരോട് പറയുന്നു. അതിങ്ങനെ ഒരുമാതിരി അത് പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പണിക്ക് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അവിടെ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആരോടും ഒന്നും തോന്നാൻ പാടില്ല. വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അല്ലേ, അള്ളാഹു മാറ്റി നഫ്സി തഖ്വാഹ, അങ്ങോട്ട് എത്തണം നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഖുർആനിനെ ഇത്തരത്തിൽ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ അധ്യാപനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ആണെങ്കിലോ അത് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. അതവരെ നേർവഴിക്ക് നയിക്കും. അവരുടെ ഭാവി ജീവിതത്തിനും അവരുടെ മുന്നോട്ടുള്ള ശാശ്വത സൗഭാഗ്യത്തിനും അത് കാരണമാവുകയും ചെയ്യും. അതാണല്ലോ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലേ? എന്തൊക്കെ സമ്പാദിച്ചാലും സമ്പാദ്യത്തിൽ ഏറ്റവും വലുത് ഖുർആനും അതിലൂടെ ലഭിക്കുന്ന അറിവും അതിലൂടെ ചെയ്യുന്ന അമലുകളും തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ വിശ്വസിക്കാത്തവർക്കാണെങ്കിലോ അതൊരിക്കലും പ്രയോജനം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, അവർക്കെതിരെയുള്ള തെളിവ് കൂടിയായിരിക്കും അത്. ഖുർആനെ ഉപയോഗപ്പെടുത്തിയാൽ അത് നമ്മൾക്ക് അനുകൂലമാകും. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് നമ്മൾക്ക് പ്രതികൂലമാവുകയും ചെയ്യും. അതവർക്ക് നഷ്ടമായിട്ടാണ് കലാശിക്കുക. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ആരും വിചാരിക്കുന്നത് നമ്മൾ നഷ്ടക്കാരായി മാറാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും അള്ളാഹുവിലെ അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ആഖിറത്തിലേക്കും അല്ലേ, ദുനിയാവും ആഖിറവും അള്ളാഹു തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ്. ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് നേടിയെടുക്കാവുന്ന ഏതൊരു നേട്ടത്തെക്കാളും ശ്രേഷ്ഠവും ഉത്തമവുമാണ് ഈ ഖുർആനും അതുവഴി അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും. സുബ്ഹാനല്ലാഹ്. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും. നമ്മൾ ഒരുപാടൊന്നും ഇല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു നമുക്ക് കൂടുതൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ ചിലപ്പം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഖുർആനിലൂടെ നമ്മൾ നേടിയ സന്തോഷവും ആ ഒരു നേട്ടവും തന്നെയാണ് ഏറ്റവും അല്ലേ വലിയ അനുഗ്രഹവുമായിട്ട് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമായിട്ട് നമ്മൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അതിലാണ് മനുഷ്യൻ ഏറ്റവും സന്തോഷം കൊള്ളേണ്ടതും. അതുതന്നെയാണ് അള്ളാഹു ആ ആയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ, ആ ഖുർആൻ വെച്ച് സന്തോഷിച്ചു കൊള്ളട്ടെ. കാരണം അതിലൂടെ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഐഹിക നേട്ടങ്ങൾ അത് എത്ര തന്നെ ഉയർന്നതും വർദ്ധിച്ചതുമാണെങ്കിലും മരണത്തോടെ അത് അവസാനിക്കും. പക്ഷേ ഖുർആൻ മുഖേന ലഭിക്കുന്ന നേട്ടങ്ങളാകട്ടെ ഈ ലോകത്തും പരലോകത്തും ശേഷിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തുകൾ നമ്മളിങ്ങനെ അല്ലേ, നോമ്പും റമദാനെയും ഒക്കെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നമ്മളിങ്ങനെ ബക്രയിൽ എല്ലാവരും ബക്ര പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ തന്നെയാണ് അല്ലേ. അതിൻ്റെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന ഈ കുറച്ചുകൂടി നമ്മൾ ഈ മുത്തഖികളെ കുറിച്ച് പറഞ്ഞു, ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി പറയാനുണ്ട് അള്ളാഹു എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന അല്ലേ അടിയാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അതായത് ഈ തഖ്വയൊക്കെ ആർജിച്ചു കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും നല്ല രീതിയിൽ അല്ലേ അള്ളാഹുവായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതും കൂടി അള്ളാഹു ആ നോമ്പിൻ്റെ അടുത്ത ആയത്തിൽ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? അല്ലാതെ അള്ളാഹു അവിടെ കൊണ്ടുവച്ച് പറയില്ലല്ലോ. ഇങ്ങനെ അള്ളാഹു ആയിട്ടുള്ള ഒരു കണക്ഷൻ ആ റമദാനിൽ ഖുർആനിലൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് അല്ലേ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആയത്ത് തന്നെയാണ് അല്ലേ? നബിയെ, എൻ്റെ അടിയാന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നിശ്ചയമായി ഞാൻ സമീപസ്ഥനാകുന്നു എന്ന് പറയുക. എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണത്? നമ്മൾ ഇത്തരത്തിൽ അള്ളാഹു ആയിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരൂലേ അല്ലേ? പലർക്കും ഉണ്ടാവും ഈ ഒരു ഇരിക്കുന്ന ആളുകൾക്ക് പലർക്കും പല അനുഭവങ്ങളും പറയാനുണ്ടാവും, ചോദിച്ച് കിട്ടിയ കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ നമുക്ക് അള്ളാഹുമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞോ അല്ലേ? അള്ളാഹ് പറഞ്ഞതുപോലെ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. നമ്മൾ ഓർക്കുന്നുണ്ട് എപ്പോഴും. നമ്മൾ അല്ലേ ദിക്റുകൾ തന്നെയാണ്. ഖുർആൻ ദിക്റാണ്, നമസ്കാരം ദിക്റാണ് അല്ലേ, സുന്നത്തുകളെല്ലാം ദിക്റ് തന്നെയാണ്. നമ്മളെപ്പോഴും ഖുർആനുമായിട്ടിരിക്കുന്നു, ഖുർആൻ ദിക്റാണ്, സംസാരിക്കുന്നതോ ദിക്റാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കുന്നത് പോലും. സുബ്ഹാനല്ലാഹ്. എന്നും നമുക്ക് അതിനുള്ള ചാൻസ് അള്ളാഹു തന്നിട്ടുണ്ട്. വലിയൊരു തൗഫീഖല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന തരത്തിൽ അള്ളാഹു അവിടെയുണ്ട്. ആ തരത്തിൽ ചോദിക്കാനും അതിനുള്ളൊരു ബന്ധം നമ്മളും അള്ളാഹുവും തമ്മിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം.
അള്ളാഹുവിൻ്റെ വാക്കുകളെ അത്തരത്തിൽ നമ്മളിങ്ങനെ നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരികയും ചെയ്യും. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ തഖ്വയുള്ളവരായും നമുക്ക് മാറാൻ സാധിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മൾക്ക് എല്ലാത്തിനും ഉത്തരം നൽകുന്നതിനായിട്ട് മുകളിൽ തന്നെയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ഒരു ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ ഖുർആൻ. അത് പഠിക്കാൻ, ഇങ്ങനെ ഇരിക്കാൻ അള്ളാഹു തന്നിട്ടുള്ളത്. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. അത് നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതിലൂടെ ജീവിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ജീവിച്ച് മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. നമ്മളെ കുടുംബവും നമ്മളെ മക്കളും നമ്മളെ ഭർത്താവും നമ്മളെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ഈ ഒരു വഴിയിൽ തന്നെ ആയിരിക്കണം, ഖുർആൻ്റെ വഴിയിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് ജീവിക്കാം. നമുക്ക് ഏവർക്കും, നമ്മൾക്ക് ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്നവരും നമ്മളോട് ബന്ധപ്പെട്ടവരും എല്ലാവരും ഉണ്ടാവും. എല്ലാവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ദുആക്ക് വസിയത്ത് ചെയ്തവർ എല്ലാവരും ഉണ്ടാവും. പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലുണ്ടാവും. ശാരീരികമായും മാനസികവുമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് ഈ റമളാനിലെ അതിലേക്ക് കൂടുതൽ അടുക്കാൻ ഓരോരുത്തർക്കും സാധിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഖുർആനിലൂടെ എന്തെല്ലാം നേടിയെടുക്കാനുണ്ടല്ലോ അതെല്ലാം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഈ ഒരു ഇരുത്തവും ഇതിലൂടെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ. അത് നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് നമ്മൾക്കൊരു വഴികാട്ടിയാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. ربنا تقبل منا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ അള്ളാഹു അഹ്സന അമലുകൾ ചെയ്യാനാണ് അള്ളാഹു നമ്മൾക്ക് ഈ ഒരു ജീവിതം തന്നിട്ടുള്ളതെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നേടിയെടുക്കാൻ, അഹ്സന അമലുകൾ ചെയ്യാൻ, അങ്ങനെ നമുക്ക് നമ്മുടെ വിജയികളാവാൻ നമുക്ക് കിട്ടേണ്ടത് ആ ഒരു ഖുർആനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അതിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ തന്നെയാണ്. ഖുർആൻ മുഖേന ലഭിക്കുന്ന നേട്ടങ്ങൾ എല്ലാം തന്നെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ശേഷിക്കും. നമ്മൾ മരിച്ചു പോയാൽ പോലും അത് ശേഷിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച ആ ഒരു ടീച്ചറെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? അവർക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥനകളാണ്, കാര്യങ്ങളാണ്. ഫസിന ടീച്ചർ ഇങ്ങനെ എന്നോട് വന്ന് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോൾ പിന്നെ ഒന്നുകൂടി ഞാൻ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക ഇതുപോലെ ഖുർആനിലൂടെ, അത് നമ്മൾ മരണപ്പെട്ടാൽ അത് നിലനിൽക്കുന്ന കാര്യമല്ലേ നമുക്ക്. നമ്മളിപ്പം ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് പിന്നീട് മറ്റുള്ളവരിലേക്ക് പോയാൽ ഇതാണ് ഈ കാട് പടർന്ന് പന്തലിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മളാദ്യം ശജറത്തുൻ ത്വയ്യിബയെ കുറിച്ച് നമ്മൾ ആദ്യത്തെ പഠിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയതാണല്ലോ. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ആയത്ത് തന്നെയാണ് സൂറത്ത് സ്വാദിലെ നമ്മൾ പറഞ്ഞ ആ ഒരു ആയത്തിൻ്റെ തഫ്സീറും കൂടെ ഇവിടെ ഒന്ന് വായിക്കാം ഇൻഷാ അല്ലാഹ്. വളരെ അനുഗ്രഹീതമായ ബർക്കത്തുള്ള മുബാറക്കാണ് ഈ പുണ്യഗ്രന്ഥമായ ഖുർആൻ. എന്നാൽ കേവലം പുണ്യത്തിന് വേണ്ടി മാത്രം പാരായണം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ഇത് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും അവയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഈ വചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതിനെ മനസ്സിലാക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. ബർക്കത്തിന് വേണ്ടി മാത്രം ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവർ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുള്ള ഒരു ആയത്താണിത്, ഈ പറഞ്ഞ ആയത്ത്. ഹസനുൽ ബസ്രി റഹിമഹുല്ല ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖുർആന്റെ അർത്ഥസാരങ്ങൾ അറിയാത്ത കുട്ടികളും അടിമകളും എല്ലാം അത് വായിക്കുന്നു. അവരതിൻ്റെ അക്ഷരങ്ങൾ പാഠമാക്കുകയും അതിൻ്റെ നിയമങ്ങൾ പാഴാക്കുകയും ചെയ്യുന്നു.
ഒരാൾ പറഞ്ഞേക്കും ഞാൻ ഖുർആന്റെ ഒരു അക്ഷരവും ബാക്കിയില്ലാതെ പഠിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ അള്ളാഹു തന്നെയാണ് സത്യം. അവൻ ഒന്നും പഠിക്കാതെ സകലവും വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അവന്റെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ അത് പഠിച്ചതിന്റെ ഒരടയാളവും കാണപ്പെടുകയില്ല. സത്യമായും ഖുർആൻ പഠനം എന്ന് പറയുന്നത് അതിന്റെ അക്ഷരം പഠിക്കലും അതോടൊപ്പം നിയമം പാഴാക്കലുമല്ല. ഇങ്ങനെയുള്ളവർ വിജ്ഞാനികളുമല്ല, മതത്തിന്റെ സംരക്ഷകന്മാരുമല്ല. ഇത്തരക്കാരെ അള്ളാഹു വർദ്ധിപ്പിക്കാതിരിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മളൊക്കെ തന്നെ ഖുർആനിനെ അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ, അല്ലേ, നമ്മളൊക്കെ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ പ്രത്യേകിച്ച് ഖുർആനിനെ മനസ്സിലാക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും, അല്ലേ, അതിലൂടെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ നന്മകൾ നമ്മൾ അള്ളാഹു നമുക്ക്, അല്ലേ, നമ്മൾ ഓരോരുത്തരും ചെയ്യുമെന്ന് വിചാരിക്കുന്നതിനേക്കാട്ട് അപ്പുറം നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത്തരത്തിലായിരിക്കണം നമ്മളുടെ മത്സരം, അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ വാക്കുകളും, ഖുർആനിലെ ഓരോ വാക്കുകളും നമ്മൾക്ക് ആവേശം നൽകുന്നതാവട്ടെ. നമുക്ക് ഇത്തരത്തിൽ നമ്മളുടെ ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് സമാധാനം അതിൽ നിന്ന് തന്നെയുണ്ട്. ഷിഫാ ആണ് നമ്മളെ ഹൃദയത്തിന്. നമുക്കൊരു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും പാടില്ല. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പലർക്കും നമ്മൾക്ക് പുറമേ പലതും കാണിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പലതും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള, അല്ലേ, കാര്യങ്ങൾ. അതെല്ലാം അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ. മായ്ച്ച് തേച്ച്, അല്ലേ, അതങ്ങ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്ത് പോകണം. അത്തരത്തിൽ നമുക്ക് ഈ റമദാനിലെ പാപമോചനം തേടിക്കൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് അടുത്തുകൊണ്ട് നമുക്ക് അത് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സിൻ്റെ അല്ലേ, നമ്മൾക്ക് ഷിഫ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക എന്താണ്, നമ്മളെ ശരീരത്തിൻ്റെ അസുഖങ്ങളെ കുറിച്ചാണ്, അല്ലേ. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ ഇത്തരത്തിലുള്ള എല്ലാ കുശുമുകുന്നായ്മയും അതും ഇതും ഒക്കെ ആയിട്ടുള്ള പറച്ചിലും അതും ഇതും, അല്ലേ, നെഗറ്റീവ് പറയൽ, ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നൊരു അങ്ങനെയൊരു ഇതും കൂടിയുണ്ട്. എന്തിലും ഏതിലും നെഗറ്റീവ് കാണും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. എന്തൊരു നെഗറ്റീവ് ഒരാൾ പറഞ്ഞാൽ അതിനെ പോസിറ്റീവാക്കി മാറ്റി തിരുത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അറിവ് നമുക്ക് കിട്ടണം. നമ്മളത് ആർജിച്ചെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഷിഫ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനാണ് വേണ്ടത്, അല്ലേ. അപ്പോഴാണ് നമ്മളുടെ അത് പുറത്തേക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ, അല്ലേ, നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം. അതായത് ഒരു വിശ്വാസിയുടെ, ഒരു ഖുർആൻ പഠിതാവിൻ്റെ ഇരുത്തവും നടത്തവും കിടത്തവും, അല്ലെ, സംസാരവും പെരുമാറ്റവും എല്ലാം എന്തായിരിക്കണം, അത് ഏറ്റവും നല്ലതായിരിക്കും. മറ്റുള്ളവരെ പോലെ ആവില്ല, അത് സാധാരണക്കാരെ പോലെ അല്ല. അത് ഖുർആൻ ഇത്തരത്തിൽ പഠിക്കുന്ന, അതായത് തദബ്ബുർ ചെയ്യുന്ന ആ ഖുർആനിൻ്റെ മാർഗദർശനം, അത് ഷിഫാ ആയ, അത് ഹുദാ ആയിട്ടുള്ള ഇത്തരത്തിൽ ഏതൊരു തരത്തിലാണോ ഖുർആനെ നമ്മൾ എടുക്കേണ്ടത്, അല്ലേ, അത് നമ്മൾ അമലു സ്വാലിഹാത്ത്, അത് പിന്നെയും ആ അമലു സ്വാലിഹാത്ത് നമുക്കത് കൂട്ടി തരുമെന്നാണ് പറയുന്നത്. അമലു സ്വാലിഹാത്ത് നമ്മൾ ചെയ്യുക മാത്രമല്ല, നമ്മൾ കൂടുതൽ നന്മകൾ അള്ളാഹു നമുക്ക് തരികയും ചെയ്യും. ഇനി വേറെ എന്തിലേക്കും പോയാൽ അള്ളാഹു നമ്മളെ തട്ടി മാറ്റുകയും ചെയ്യുന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ക്ലാസ് കേട്ടാൽ നമുക്കത് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, അതെങ്ങനെയാണെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക് ഏവർക്കും. ഖുർആനിനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലേ, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. സുബ്ഹാനല്ലാഹ്, അതെന്നെ മതി, അല്ലേ. നമുക്ക് ഖുർആനിനെ നമ്മളുടെ ഹൃദയത്തിൻ്റെ വസന്തവും നമ്മളുടെ എല്ലാത്തിനുള്ള ശമനവും എല്ലാ പ്രയാസങ്ങളും നീക്കുന്നതുമാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ. നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഇൽമ നേടാനും ആ ഇൽമിലൂടെ അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളായിട്ട്, അല്ലേ, നമുക്ക് ആ ഒരു ആയത്തുകളുടെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾക്ക് അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. സൂറത്ത് യൂനുസിലെ തന്നെ അവസാനത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, അവസാനത്തെ ആയത്തല്ല, ഈ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഖുർആനിൻ്റെ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെയും വന്നത് നമ്മൾ തദബ്ബർ ചെയ്ത ആ ഒരായത്ത് തന്നെയാണ്, അല്ലേ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇപ്പോൾ ഈ ആയത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലേ. നമുക്കറിയാം ഖൗഫ് എന്താണ്, ഹസ്ന എന്താണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. വീണ്ടും വീണ്ടും നമ്മൾ ഗ്രൂപ്പുകളിൽ, അല്ലേ, ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തു. ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ കേട്ടു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പിന്നെയും കേട്ടൊരു കാര്യമാണത്. അപ്പം നമുക്ക് പേടിയില്ല. നാളെ എന്താവും, അല്ലേ, അല്ലെങ്കിൽ മറ്റന്നാൾ എന്താവും, മക്കളെന്താവും, കുട്ടികളെന്താവും. പക്ഷെ നമുക്ക് അള്ളാഹുവിലുള്ള ഒരു ഉറപ്പുണ്ട്.
നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നല്ലത് മാത്രം ചെയ്യുന്ന അല്ലേ, നല്ലവർക്ക് നല്ലത് മാത്രമാണെന്ന് അള്ളാഹു പ്രത്യേകം നമ്മളോട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെന്താണ്, മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബേജാറായി ആകെ അല്ലേ, ഒന്നും ഇബാദത്തുകൾ പോലും ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിലുമല്ല നമ്മളുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് ഔലിയാ, എങ്ങനെയാണ് ഔലിയാ? അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ മുത്തഖി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അത് ആരോ ആണ്, അത് ഏതോ വലിയ ആൾക്കാരൊക്കെയാണ്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ഇങ്ങനെ ഖുർആനിനെ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവരെങ്ങനെയുള്ളവരാണെന്ന് പിന്നെ അടുത്ത ആയത്തിൽ പറയാം. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. എഗെയിൻ പറഞ്ഞു, മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ തഖ്വയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് റമളാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ആ തഖ്വ ആർജിച്ച് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതാ പറഞ്ഞത്, നമ്മൾ ഔലിയാക്കളാവുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലേ, വിശ്വസിക്കാൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്ര അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവർക്ക് പേടിയുമില്ല, അവർക്ക് വ്യസനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ടെൻഷനും ഇല്ല, പേടിയും ഇല്ല, ഒന്നുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തീർച്ചയായിട്ടും അല്ലാഹു അക്ബർ. അവർക്ക് എന്തും പിന്നെയും പറയുന്നു, ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോകത്തും സന്തോഷ വാർത്തയുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലേ, നമ്മൾ പരലോകം മാത്രം തരുന്ന അള്ളാഹു അതല്ല പറയുന്നത്. അല്ലേ, അള്ളാഹുവിൻ്റെ കലാമിലൂടെ അല്ലേ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലേ ഏറ്റവും വിശ്വാസം ദൃഢമാക്കുകയാണ് നമ്മൾ അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇല്ലേ മുത്തഖീകളുടെ കൂട്ടത്തിലാവാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് പേടിയുമില്ല, വ്യസനവും ഇല്ല. പിന്നെന്താണ്, നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇഹവും പരവുമാണ്. സുബ്ഹാനല്ലാഹ്. അത് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അലീം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇന്നല്ലാഹ ലാ തുഖ്ലിഫുൽ മിആദ്. നമുക്കറിയാം അല്ലേ, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനേ അല്ല. സുബ്ഹാനല്ലാഹ്. ദാലിക ഹുവ ഫൗസുൽ അലീം. എന്താണ്, അത് സന്തോഷ വാർത്ത തന്നെയാണ്. അത് ഫൗസുൽ അലീമാണ്, മഹത്തായ ഭാഗ്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പം ഇഷ്ടം പോലെ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരായത്ത് തന്നെ നമുക്ക് വായിക്കുമ്പം കിട്ടുന്നൊരു സന്തോഷം. ഇപ്പം ഈ ഔലിയാക്കളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ പറഞ്ഞതുപോലെ ആർക്കും ഒരു സന്തോഷം അല്ല സങ്കടവും ഇതൊന്നും പറയാനുണ്ടാവില്ല. സമാധാനത്തിനെ കുറിച്ച് മാത്രമായിരിക്കും ഓരോരുത്തർക്കും സംസാരിക്കാനുണ്ടാവുക.